ഹലോ, ഇന്ന് ഞങ്ങൾ കോഴിയുടെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ കോഴികളെ വിൽക്കുന്നുണ്ട്. അപ്പം നമ്പർ ഞങ്ങൾ കൊടുത്തേക്കാം. അപ്പം കൈരളിയും കാവേരിയും പിന്നെ നാടനും ആണ് കേട്ടോ ഉള്ളത്. നിങ്ങൾ വിചാരിക്കും ഇത്രയും കോഴികളെ ഉള്ളൂന്ന്. ഇത്രയും കോഴികൾ മാത്രമാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ 20 എണ്ണം വേണമെന്ന് വെച്ചിരിക്കും. അതൊക്കെ ഞങ്ങൾ ഒപ്പിക്കും. ഇപ്പം മൊത്തത്തിൽ നമ്മുടെ ഇവിടെ ഇത്രയേ ഉള്ളൂ. സ്റ്റോക്ക് കഴിയാറായി, അതുകൊണ്ടാണ്. ഇപ്പോൾ കൈരളിയും കാവേരി ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ ഗിരിരാജ, ഗ്രാമശ്രീ, സോനാലി, BV380 അങ്ങനെ പല കോഴികളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത്രയും കോഴികളെയാണ് നമ്മളുടെ കയ്യിലുള്ള. നാടൻ കോഴികളുണ്ട്. നാടൻ കോഴികൾ അവിടെയാണ്. അത് ഞങ്ങൾ വിൽക്കുന്നതല്ല, ഞങ്ങൾ വീട്ടിലിട്ടേക്കുന്ന കോഴിയാണ് കേട്ടോ നാടൻ കോഴികൾ. അപ്പം ഇവരെല്ലാവരെയും നമ്മൾ തരുന്നതായിരിക്കും. ഈ നിൽക്കുന്ന എല്ലാവരെയും അല്ല, പലരെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ ഇവരെല്ലാവരെയും ഞങ്ങൾ നല്ലോണം വളർത്തുന്നുണ്ട്. ഇവർക്ക് ഏത് തീറ്റി വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം നിങ്ങളുടെ കൈ കൊണ്ട് വരുമ്പോൾ സ്റ്റാർട്ടർ വേണം കൊടുക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് 4-3 മാസം ആകുമ്പോൾ പൂവൻ കൂവുന്നെങ്കിൽ മുട്ടത്തീറ്റി കൊടുത്ത് തുടങ്ങുക. ഈ ഒരു പൂവൻ 4 മാസം കൊണ്ട് കൂവി. 3 മാസത്തിലാണ് കൂവിയത്, ഇപ്പോൾ 4-ാം മാസമാണ് കേട്ടോ. തോനെയും പെടകളെയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് ഞങ്ങൾ. അപ്പം ഇതിലൊരു പൂവനാണ്. ഇത് ഞങ്ങളിപ്പോഴേ കൊത്താനൊക്കെ വരുന്നു. അപ്പം നാടനാണ് കേട്ടോ ഒരു വലിയ കൂട് വെച്ചേക്കുന്നത്. ഇവരൊക്കെ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവർക്ക് തീറ്റ ആ കറുത്ത ടാങ്കിൽ ഇട്ട് കൊടുക്കും. ഇവരൊക്കെ നല്ലോണം നമ്മൾ തിണങ്ങുന്നുണ്ട്. പക്ഷെ നാടൻ കോഴികൾ അങ്ങനെ നമ്മൾ തിണങ്ങിയിട്ടില്ല. കുഞ്ഞിതിലേ കൊണ്ടുവന്നപ്പോൾ ഇണങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ നല്ലോണം. ഇവരൊക്കെ നമ്മൾ പിടിക്കാനാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നിന്ന് തരും. ചിലർ പിടിക്കാൻ സമ്മതിക്കുന്നത് ഇവൾ, പിന്നെ അവൾ, പിന്നെ ഇവളും സമ്മതിക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് കോഴിയുടെ ഒരു നല്ലൊരു പോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ക്യാമറയുടെ അടുത്ത്. എല്ലാവരും നമുക്ക് പിടിക്കാനൊക്കെ നിന്ന് തരും കേട്ടോ. നല്ല ഇണക്കമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് പൂവൻ കോഴിയാണ്. അപ്പം നമ്മുടെ കോഴികളൊക്കെ ക്യാമറയുടെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട് എന്തുവാണെന്ന്. ഇവരെല്ലാവരെയും നല്ല തീറ്റി കൊടുക്കണം. ഒരു ദിവസം പോലും തീറ്റി കൊടുക്കാതിരിക്കരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ചിലപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോകും. ഇത് 2 എണ്ണം പൂവനാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇത് പൂവൻ തന്നെ. ഇവരുമ്മാടെ അടുത്തൊക്കെ ഓടി ചെല്ലും കേട്ടോ. ഇത് ഒരു മൂങ്ങയുടെ ചുണ്ട് പോലത്തെ ഒരു കോഴിക്കുഞ്ഞാണ്. അപ്പം ബൈ.